ഒരു കാലത്ത് ഉപജീവനത്തിനായി ഓട്ടോയും ടെമ്പോയും ഓടിച്ചിരുന്ന ഒരു സാധാരണ യുവാവ് ഇന്ന് ഇന്ത്യൻ ആകാശത്ത് സ്വന്തം വിമാന കമ്പനി ചിറകടിച്ചുയർത്താൻ തയ്യാറെടുക്കുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള 35-കാരനായ ശ്രാവൺകുമാർ വിശ്വകർമ്മ എന്ന സംരംഭകന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണിത്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ശംഖ് എയർ ഈ മാസം പകുതിയോടെ സർവീസ് ആരംഭിക്കുകയാണ്. ലളിതമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ശ്രാവൺകുമാർ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്നു. പല ബിസിനസ് പരീക്ഷണങ്ങളും പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം പിന്മാറിയില്ല. 2014 ആരംഭിച്ച സിമന്റ് ബിസിനസ്സാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർണായകമായത്. ട്രാൻസ്പോർട്ട് മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം സിമന്റ് ലോജിസ്റ്റിക്കിലൂടെ വളർന്നു. ഇന്ന് 400-ലധികം ട്രക്കുകളുടെ ഉടമയാണ് അദ്ദേഹം. ഗതാഗതത്തിന് പുറമെ ഖനനം, സ്റ്റീൽ വ്യാപാരം തുടങ്ങിയ മേഖലകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പില്ലാ രേഖ ലഭ്യമായതോടെയാണ് ശംഖ് എയർ യാഥാർത്ഥ്യമാകുന്നത്. ലക്നൌ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി പ്രധാനമായി ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ ഇവയാണ്. വിമാനയാത്ര വെറുമൊരു ആഡംബരമല്ല, മറിച്ച് ബസ് യാത്ര പോലെ സാധാരണക്കാർക്ക് പ്രാപ്യമാകണമെന്നാണ് ശ്രാവൺകുമാറിന്റെ നയം. സീസൺ അനുസരിച്ച് ടിക്കറ്റ് നിരക്ക് അമിതമായി വർദ്ധിപ്പിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. തുടക്കത്തിൽ 3 എയർബസ് വിമാനങ്ങളുമായി ലക്നൌവിൽ നിന്ന് പ്രധാന നഗരങ്ങളിലേക്ക് സർവീസ് നടത്തും. 2028-29 കാലഘട്ടത്തോടെ അന്താരാഷ്ട്ര സർവീസുകളിലേക്ക് കമ്പനി വ്യാപിപ്പിക്കാനാണ് പദ്ധതി. ആളുകൾ എന്തു പറയുമെന്ന് ചിന്തിക്കാതെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക എന്നതാണ് ശ്രാവൺകുമാറിന്റെ വിജയമന്ത്രം. 4 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെയും നിയമവശങ്ങൾ പഠിച്ചെടുത്തും പണം കണ്ടെത്തിയുമാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഒരു സാധാരണ ഡ്രൈവർക്ക് വിമാന കമ്പനി തുടങ്ങാമെങ്കിൽ ആത്മവിശ്വാസമുള്ള ഏത് യുവാവിനും വലിയ സ്വപ്നങ്ങൾ കാണാമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.